നിവർന്ന് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. കളിയിക്കാവിളയ്ക്കപ്പുറമുണ്ടായിരുന്ന കുറച്ച് സ്ഥലം പണ്ട് വർഷങ്ങൾക്ക് മുൻപ് സ്വാമി വിവേകാനന്ദൻ നീന്തിക്കയറി പാറപ്പുറത്തിരുന്ന് തപസ്സനുഷ്ഠിച്ച കന്യാകുമാരിയും തമിഴ്നാടിന് വിട്ടുകൊടുത്തപ്പോൾ എല്ലാം പോയി എന്നാണ് കരുതിയത്. പക്ഷേ അപ്പോഴേക്കും അനന്തപത്മനാഭന്റെ പുരം എന്ന പേരിൽ അറിയപ്പെട്ട് പിന്നീട് അത് തിരുവനന്തപുരമായി മാറി. ഇന്ന് എന്തായാലും സമ്പന്നമാണ്. കേരളത്തിന്റെ അങ്ങ് വടക്ക് നിന്ന് വരെ ഇവിടെ ദിവസം തോറും എത്ര പേരാണ് എത്തുന്നത്? ട്രെയിൻ ഇറങ്ങിയും ബസ് ഇറങ്ങിയും സർക്കാർ ഓഫീസുകളിലേക്ക് ഓടിയെത്തുന്ന നിരവധി പേർ. നഗരം തിങ്ങി നിറയുന്ന അതിമനോഹരമായ കാഴ്ച. തിരക്കിട്ട് പായുന്നവർ, എന്തൊക്കെയോ വിവിധങ്ങളായ ഭാഷ സംസാരിക്കുന്നവർ, അങ്ങനെ എത്രയെത്ര ആളുകളാണ് ഇവിടെ ദിവസം തോറും എത്തുന്നത്. പിന്നെ ഇവിടെ സ്ഥിരതാമസമാക്കിയ അന്യജില്ലക്കാർ. അവർക്ക് എല്ലാം ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് എന്നാണ് ഇവിടെ വന്ന് താമസിക്കുന്നവർ പോലും പറയുന്നത്. പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സ്ഥലം. അതുമാത്രമല്ല, ഭരണം നടക്കുന്നത് പോലും ഇവിടെ നിന്നാണല്ലോ. അതാണല്ലോ അന്ന്, അതായത് 1869 തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യം തിരുനാൾ മഹാരാജാവ് ഹജൂർ കച്ചേരി ഇവിടെ സ്ഥാപിച്ചത്. ഹജൂർ കച്ചേരി എന്ന് ഇപ്പോഴത്തെ പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് അതൊന്നും മനസ്സിലാകില്ല. അവർക്ക് മനസ്സിലാകണമെങ്കിൽ സെക്രട്ടേറിയറ്റ് എന്ന് തന്നെ പറയണം. എന്തൊരു തലയെടുപ്പുള്ള കെട്ടിടമാണെന്നോ. 4 വർഷം കൊണ്ടാണ് ഹജൂർ കച്ചേരി ഇവിടെ കെട്ടിപ്പൊക്കിയത്. അത്ര ഗംഭീര കെട്ടിടമാണ് ഈ ഹജൂർ കച്ചേരി. ഡച്ച് മാതൃകയിലും റോമൻ മാതൃകയിലുമാണ് അന്ന് ഇത് നിർമ്മിച്ചെടുത്തത്. അതിന്റെ മേൽനോട്ടം വഹിച്ചത് ദിവാൻ മാധവറാവു ആയിരുന്നു. ഇപ്പോഴും സെക്രട്ടേറിയറ്റിനെ നോക്കി നിൽക്കുന്നത് പോലെ മാധവറാവുവിന്റെ പ്രതിമ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് നിൽക്കുന്നത് തിരുവനന്തപുരത്തെ സ്റ്റാച്യു ജംഗ്ഷനിലാണെന്നാണ് ഇവിടുത്തുകാർ പറയുക. 1939 വരെ നമ്മുടെ നിയമസഭയും ഇവിടെ തന്നെയായിരുന്നു. ഹജൂർ കച്ചേരി എന്ന പേര് മാറ്റി സെക്രട്ടേറിയറ്റ് എന്നായത് 1949 അങ്ങനെ ഇപ്പോഴും ചില കൂട്ടിച്ചേർക്കലുകളോടെ നിരവധി ഉദ്യോഗസ്ഥരുമായി കേരള സെക്രട്ടേറിയറ്റ് ഇപ്പോഴും മോശമില്ലാതെ നിൽക്കുന്നു. എത്രയെത്ര ആളുകളാണ് ദിവസേന ഇവിടെ കയറി ഇറങ്ങുന്നത്. അടുത്താണ് നമ്മുടെ നിയമസഭ. കള്ളത്തരവും പൊങ്ങച്ചം പറച്ചിലും ഭള്ളുകളും കൊണ്ട് നിറയുന്ന നമ്മുടെ സ്വന്തം നിയമസഭ 1939 ഫെബ്രുവരി മാസത്തിലാണ് ദേ ഇവിടെ വന്നത്. ദിവാൻ CP രാമസ്വാമിയാണ് നമ്മുടെ നിയമസഭയ്ക്ക് തറക്കല്ലിട്ടത്. ഇപ്പോഴും കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള സാമാജികർ ഇവിടെ തന്നെ വരണം, പത്മനാഭന്റെ സ്വന്തം മണ്ണിൽ. ഇന്നൊന്നുമല്ല, പണ്ടേ വിളിപ്പേര് കിട്ടിയിരുന്നു. അതെന്താണെന്നല്ലേ? അതെ, തലസ്ഥാനം. കേരളത്തിന്റെ തലസ്ഥാനം, കേരളത്തിന്റെ സ്വന്തം തലസ്ഥാനം. നിയമസഭാ മന്ദിരവും സെക്രട്ടേറിയറ്റും മാത്രമല്ല തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരമാക്കി മാറ്റുന്നത്. മറ്റെങ്ങും കാണാത്ത തരത്തിലുള്ള തിരുവിതാംകൂർ രാജവംശകാലത്തെ നിർമ്മാണങ്ങളും കെട്ടിടങ്ങളും ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ ഇവിടെ തന്നെയുണ്ട്. പാളയം മാർക്കറ്റ്, ചാല മാർക്കറ്റ്, ഇവിടങ്ങളിൽ ദിനം പ്രതി വന്നു പോകുന്നവരുടെ എണ്ണം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ്. കേരളം മുഴുവൻ സർവീസ് നടത്തുന്ന KSRTCയുടെ തലയും ഇവിടെ തന്നെ. പിന്നെ നിയമപാലകരായ പോലീസുകാരുടെ പ്രധാന ഹെഡ്ക്വാർട്ടേഴ്സും ഇവിടെ തന്നെയാണ്. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങളുടെയും തലകൾ ഇവിടെ തന്നെ. അതിനിടയിലാണ് ഇപ്പോൾ കുറച്ചാളുകൾ തലസ്ഥാനം എറണാകുളത്തേക്ക് മാറ്റണമെന്നും അതല്ല തൃശ്ശൂരിലേക്ക് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന് പറയുന്ന കാരണം മധ്യ കേരളത്തിലാണ് തലസ്ഥാനം വേണ്ടത് എന്നാണ്. എല്ലാവർക്കും ഒരുപോലെ എത്തിച്ചേരാൻ മധ്യ കേരളമാണത്രേ നല്ലത്. ആദ്യം തലമാറ്റ ബിൽ അവതരിപ്പിച്ചത് MP ഹൈബി ഈഡനാണ്. അത് പക്ഷെ വിവാദമായി വേണ്ട എന്നാണ് കൂടുതൽ പേര് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ ഏതോ ഉള്ള ഒരു സംഘടന തലസ്ഥാനം തൃശ്ശൂരേക്ക് മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അപേക്ഷയുമായി എത്തി. എന്തായാലും ഹൈക്കോടതി അത് ചെവിക്കൊണ്ടില്ല. അപേക്ഷ കേൾക്കാൻ പോലും തയ്യാറായില്ല. ഇവിടുന്ന് തലസ്ഥാനം മാറ്റിയാൽ പിന്നെ എന്തു ചെയ്യും? നിയമസഭ പോകും, തല ഉയർത്തി നിൽക്കുന്ന നിയമസഭ. പോലീസിന്റെ ആസ്ഥാനം പോകും, AG's ഓഫീസ് പോകും. അങ്ങനെ തിരുവനന്തപുരം ശൂന്യമാകും എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എന്ത് തിരുവനന്തപുരം? എറണാകുളത്തുകാർക്ക് മെട്രോയുണ്ട്, നമുക്ക് അതില്ലല്ലോ. പക്ഷേ തിരുവനന്തപുരം എന്നും തിരുവനന്തപുരം തന്നെയാണ്.